ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശ്രീ കെ സുരേന്ദ്രൻ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം ഓരോ ദിവസവും ഇങ്ങനെ രാവിലെ എണീറ്റ് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ ഒരു നിരാശയിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളൊരു താല്പര്യമാണോ ഈ നുണ പറച്ചിലിന്റെ തുടർച്ചയ്ക്കുള്ള കാരണം എന്നുള്ളത് വ്യക്തമല്ല. ഇപ്പോൾ ലീഗിന് മതേതത്വം പോരാ എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കണ്ടുപിടുത്തം. ഹിറ്റ്ലർ അഹിംസക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പോലെയാണ് കെ സുരേന്ദ്രൻ മതേതത്വത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ വ്യക്തി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന നുണകൾ നമുക്കറിയാം. ഒരു നുണ രാവിലെ എണീറ്റ് പറയാം, പിന്നെ അത് ശരിയല്ല എന്ന് പറയാൻ നമ്മള് മറുപടി പറയേണ്ട ഒരു സ്ഥിതി. അത് സംഘപരിവാരം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു നുണ 100 തവണ ആവർത്തിച്ചാൽ അത് സത്യമാകും എന്ന ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ നുണകൾ പറയുന്നത്. ഇപ്പോൾ സുരേന്ദ്രൻ തന്നെ നേരത്തെ പറഞ്ഞിരുന്നത് മുസ്ലിങ്ങൾ ഭക്ഷണത്തിൽ തുപ്പിയിട്ടാണ് കൊടുക്കുന്നത്. തുപ്പിയിട്ടല്ല കൊടുക്കുന്നത് എന്ന് തെളിയിക്കാൻ പിന്നെ നമ്മൾ നടക്കേണ്ടി വരും. ഒരാളോട് ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു സംഘപരിവാറായ ഒരാളല്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ സുരേന്ദ്രന്റെ ഒക്കെ പ്രസ്ഥാനം കണ്ടില്ലേ, ഭക്ഷണത്തിൽ തുപ്പിയിട്ടാണ് കൊടുക്കുന്നത് എന്ന് പോലും പറയുന്നത്. അദ്ദേഹം ചോദിച്ചത് തുപ്പിയിട്ടല്ല കൊടുക്കുന്നത് എന്താണ് തെളിവ്? ഇതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ലവ് ജിഹാദ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരള ഹൈക്കോടതി, കേരള പോലീസ്, NIA, കേന്ദ്രമന്ത്രി ഇന്ത്യയുടെ പാർലമെന്റിലൊക്കെ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞിട്ടും ലവ് ജിഹാദ് ഉണ്ട് എന്ന് ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് ഇപ്പോൾ മറ്റൊരു ആരോപണം അദ്ദേഹം ആവർത്തിച്ചത്. നോമ്പ് കാലത്ത് ഒരു തുള്ളി വെള്ളം മലപ്പുറത്ത് കിട്ടില്ല. നോമ്പ് കാലത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് സുരേന്ദ്രൻ പുറത്തുവിട്ടെ. അപ്പൊ നോമ്പുകാലമായ തുറക്കുന്ന ഹോട്ടലുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടാണ് അതിനെ സോഷ്യൽ മീഡിയ പ്രതിരോധിക്കുന്നത്. ഇത് ഓരോ നോമ്പുകാലത്തും ഇങ്ങനെ ചെയ്യേണ്ട ഒരു സ്ഥിതി. ഇത് അറിയാത്തതുകൊണ്ടല്ല. പിന്നെ ചില ഹോട്ടലുകൾ നോമ്പുകാലത്ത് തുറക്കില്ല. എന്താ കാരണം? ഇത് ബിസിനസ് ആണല്ലോ. ഇത് കച്ചവടത്തിന്റെ അടിസ്ഥാനപരമായ തത്വം എന്താണ്? ലാഭമാണ്. മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം ആളുകൾ നോമ്പ് എടുക്കുന്ന ആളുകളായതുകൊണ്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ കുറവായിരിക്കും. ഈ ബംഗാളികളും അതുപോലെ തന്നെ ബീഹാറിലൊക്കെ ഉള്ള ആളുകൾ ഈ കച്ചവടം കുറവാകുന്ന നോമ്പ് കാലത്താണ് ലീവ് എടുത്ത് നാട്ടിൽ പോവുക. അപ്പൊ കച്ചവടം കുറവായതിന് നോമ്പ് കാലത്ത് കച്ചവടം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് മുതലാളി കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ കെ സുരേന്ദ്രൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ BJP-ക്കാരോടൊക്കെ നോമ്പുകാലമായ മലപ്പുറം ജില്ലയിലേക്ക് പോയിട്ട് അവിടുത്തെ ഹോട്ടലൊക്കെ കച്ചവടം കൂട്ടാൻ പറയണം. കച്ചവടം കൂടുതലായാലും സ്വാഭാവികമായും ആളുകൾ ലാഭം ആഗ്രഹിക്കുന്നവർ തുറക്കും. അപ്പൊ ഇങ്ങനെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം. ഇനിയിപ്പോ സുരേന്ദ്രൻ വേണമെങ്കിൽ അടുത്ത നോമ്പിന് രാമനാട്ടുകര മുതൽ എടപ്പാട് വരെ, തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു യാത്ര നടത്താൻ തയ്യാറാണെങ്കിൽ, ഇത് പരിശോധിക്കാൻ സുരേന്ദ്രൻ തയ്യാറുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ്. യൂത്ത് ലീഗ് തയ്യാറാണ്. അദ്ദേഹം തയ്യാറാവില്ല. ഈ പച്ചക്കള്ളം പിന്നെയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് അങ്ങനെ നിസ്സാരമായി കാണാൻ പാടില്ല. ഈ നുണപ്രചാരകരെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് വ്യക്തമാക്കും. കേരള ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഇങ്ങനെ നുണ പറയുന്ന, വിദ്വേഷം പറയുന്ന, വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളുകളോട് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ്? ഇതിലും വലിയ കേസുകളൊക്കെ BJP നേതാക്കൾക്കെതിരെ വരുമ്പോൾ ഒത്തുതീർപ്പാകുന്നത് നമ്മൾ കണ്ടു. ഇപ്പോ കൊടകര കുഴൽപ്പണ ഇടപാട് എന്താ ചെയ്തത്? കെ സുരേന്ദ്രനെതിരെയുള്ള അന്വേഷണം ഇപ്പൊ ED കുറ്റം പറഞ്ഞു. ശരിയാണ്, ED ആ നിലക്ക് അന്വേഷിച്ചില്ല. കേരള പോലീസ് എന്താ ചെയ്തത്? കേരള പോലീസ് കെ സുരേന്ദ്രനെ സാക്ഷിയൊക്കെ ചെയ്തത്, പ്രതിയാക്കിയോ? അപ്പൊ ഇങ്ങനെ വിദ്വേഷം പറയുന്ന ആളുകൾക്കെതിരെ പിന്നെ കേസെടുക്കാത്തതിൽ അത്ഭുതം തോന്നുന്നതിൽ കാര്യമില്ല. അതിനേക്കാൾ വലിയ കേസുകൾ വന്നിട്ട് രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള കേസുകൾ പ്രതിയാക്കേണ്ട ആളുകൾക്കെതിരെ പോലും നടപടി സ്വീകരിക്കാത്ത ഒരു സംസ്ഥാന സർക്കാരാണ് ഇപ്പൊ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സുരേന്ദ്രൻ അതിന്റെ കൂടെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ വിഷയം ഓൺ ചെയ്യാൻ ഞങ്ങൾക്കും ആഗ്രഹം. അത് റെപ്രസെന്റേഷനാണ്. കേരളത്തിലെ സംവരണം, പിന്നാക്ക സമുദായങ്ങളുടെ സംവരണം മുസ്ലിങ്ങൾ തട്ടിയെടുക്കുന്നു എന്നാണ് അദ്ദേഹം ഒരു ആരോപണമായി ഉന്നയിച്ചിട്ടുള്ളത്. അതേക്കുറിച്ച് പഠിക്കണം, ഒരു പരിശോധന നടത്തണം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു.
ആ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതേക്കുറിച്ച് പഠിക്കണം എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പഠിച്ച റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും ഒടുവിൽ കേരളത്തില് വിവിധ സമുദായങ്ങൾ അധികാര പങ്കാളിത്തത്തെ സംബന്ധിച്ച്, വിഭവങ്ങളുടെ ഉപയോഗത്തെ സംബന്ധിച്ചൊക്കെ നടത്തിയൊരു പഠന റിപ്പോർട്ട് കേരളത്തിന് മുമ്പിലുണ്ട്. അത് 2000 കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തിയ രജീന്ദർ സച്ചാർ ചെയർമാനായിട്ടുള്ള ജസ്റ്റിസ് രജീന്ദർ സച്ചാർ ചെയർമാനായിട്ടുള്ള ഒരു കമ്മീഷനാണ്. ആ കമ്മീഷൻ, 3 അംഗ കമ്മീഷൻ, ആ കമ്മീഷന്റെ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ആ റിപ്പോർട്ടിൽ വിവിധ സംവരണ സമുദായങ്ങളുടെ ബാക്ക്ലോഗിനെ കുറിച്ചുള്ള ഒരു പഠനം നടത്തിയപ്പോൾ അതിന്റെ 7ാം അധ്യായത്തിൽ അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിനകത്ത് എന്താ പറയണത്? 7383 തസ്തികകളിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം നഷ്ടമായിട്ടുണ്ടെന്നാണ്. സംവരണ തോതനുസരിച്ച് അവർക്ക് കിട്ടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ്. അത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആധികാരികമായ റിപ്പോർട്ടാണ്, ഒരു പഠന റിപ്പോർട്ടാണ്, മുസ്ലിം ലീഗിന്റെ റിപ്പോർട്ടല്ല. ജസ്റ്റിസ് ആയിട്ടുള്ള നരേന്ദ്ര കമ്മീഷന്റെ റിപ്പോർട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. 7383 കുറവാണ്. പിന്നെ കുറവുള്ളത് ഇവിടുത്തെ ആംഗ്ലോ ഇന്ത്യൻസിനാണ്, 4370. പിന്നെ നാടാറിനാണ്, അതുപോലെ ധീവരർക്കാണ്, വിശ്വകർമ്മക്കാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച ലത്തീൻ കത്തോലിക്കക്കാർക്കാണ്. ഏറ്റവും കൂടുതൽ ഒന്നാമത് നഷ്ടം സംഭവിച്ചത് മുസ്ലിങ്ങൾക്ക്, രണ്ടാമത് നഷ്ടം സംഭവിച്ചത് ലത്തീൻ കത്തോലിക്കക്കാർക്ക്, പിന്നെയാണ് ബാക്കിയുള്ളവർക്കൊക്കെ വരുന്നത്. ഈ നഷ്ടത്തിന്റെ കണക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് കെ സുരേന്ദ്രൻ വന്നിട്ട് പറയും ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നാക്ക സമുദായത്തിന്റെ സംവരണ തസ്തികകൾ മുസ്ലിങ്ങൾ കൈയടക്കി എന്ന് സുരേന്ദ്രൻ പറയണത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ജാതി സെൻസസ് ഏർപ്പെടുത്താൻ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത്? ഇതിനെല്ലാം പരിഹാരം എന്താണ്? ഇതിനെല്ലാം പരിഹാരം ജാതി സെൻസസാണ്. ഓരോ സമുദായങ്ങൾ, ഓരോ ജാതി അധികാരത്തിലുള്ള പങ്കാളിത്തം എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി പഠനം നടത്താനാണല്ലോ ജാതി സെൻസസ് നടത്തണമെന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. എന്ത് BJP അതിനോട് അനുകൂലമായി പ്രതികരിക്കാത്തത്? BJP അതിനെതിരാണ്. അപ്പോൾ കെ സുരേന്ദ്രൻ ഇനി BJPക്ക് ഒരു കെണി വെച്ചതാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയട്ടെ. കെ സുരേന്ദ്രൻ നിലപാടിനോട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് യോജിപ്പുണ്ടോ? BJPയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് യോജിപ്പുണ്ടോ? ഓരോ സമുദായവും കൈവശം വെച്ചിരിക്കുന്ന തസ്തികകളെ സംബന്ധിച്ച് ആധികാരികമായി ഒരു പഠനം നടത്താനും ആ പഠനത്തെ തുടർന്ന് അത് ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ ഏത് സമുദായത്തിലാണ്, മുസ്ലിങ്ങൾ കൂടുതലാണെങ്കിൽ മുസ്ലിങ്ങളിൽ എടുക്കണം, മറ്റേതെങ്കിലും കമ്മ്യൂണിറ്റിക്കാണ് കൂടുതലെങ്കിൽ അത് എടുത്ത് കുറവുള്ളവർക്ക് കൊടുക്കണം എന്ന നിലപാട് BJPക്ക് ഉണ്ടോ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയട്ടെ. കെ സുരേന്ദ്രൻ പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കുകയാണ്. പിന്നെ റെപ്രസെന്റേഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ അത്ഭുതം തോന്നും. കാരണം 20 കോടി ജനസംഖ്യയുള്ള മുസ്ലിങ്ങൾക്ക് ഒരു MP സ്ഥാനം പോലും കൊടുക്കാത്ത, പാർലമെന്റിൽ ഒരു അംഗത്തെ പോലും കൊടുക്കാത്ത പാർട്ടിയാണ് BJP. ആ BJP ആണ് പറയണത് മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് വാരിക്കൂരി കൊടുക്കുന്നു. ഇപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കണക്കാണല്ലോ പറയുന്നത്, അതുകൂടി പറഞ്ഞ് നിർത്താം. ഇപ്പോ സ്കൂളുകളുടെ കണക്ക് നമ്മുടെ മുമ്പിലില്ല, ആധികാരികമായ ഒരു റിപ്പോർട്ടില്ല. 7000-ലധികം സ്കൂളുകൾ ഉണ്ടെന്ന് മാത്രമേ റിപ്പോർട്ടുള്ളൂ. ഏതൊക്കെ സമുദായമാണ് കൈവശം വെക്കുന്നതിനെ സംബന്ധിച്ച് ആധികാരികമായ റിപ്പോർട്ടില്ല. എന്നാൽ എയ്ഡഡ് കോളേജുകളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് 2023 നിയമസഭയിൽ വന്നിട്ടുണ്ട്. ഈ 190 കോളേജാണ് കേരളത്തിൽ ആകെ എയ്ഡഡ് കോളേജുള്ളത്. ഈ എയ്ഡഡ് കോളേജിൽ മുസ്ലിം സമുദായത്തിന്റെ കൈവശമുള്ളത്, അവരുടെ നിയന്ത്രണത്തിലുള്ളത് കേവലം 27ആണ്. പിന്നെ 11 അറബി കോളേജ് കൂടി ഉണ്ട്. 27 കോളേജാണെങ്കിൽ കേരളത്തിൽ 27% മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പിന്നെ പ്രാതിനിധ്യമുണ്ട്. ആ 27%-ൽ കേവലം 14% കോളേജുകൾ കൈവശമുള്ളത്. ഇനി 11 അറബി കോളേജുകൾ കൂടി ചേർത്താൽ 38 കോളേജായി. അങ്ങനെയാണെങ്കിൽ പോലും 20% വരുള്ളൂ. അപ്പൊ എങ്ങനെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലാണ് മുസ്ലിങ്ങൾ കൈവശം വെക്കുന്നത്, ലീഗ് വാരിക്കോരി കൊടുത്തു എന്ന് പറയുന്നത്? അർഹതപ്പെട്ടതുപോലും കിട്ടിയില്ല എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. അതല്ല, വേറെ കണക്കുണ്ടെങ്കിൽ അത് BJP പറയട്ടെ, സുരേന്ദ്രൻ പറയട്ടെ. ആ റിപ്പോർട്ട് ആധികാരികമാണെങ്കിൽ അത് പുറത്തു വെക്കട്ടെ. ഇനി അല്ല, ഒരു പഠനം നടത്താനാണെങ്കിൽ ആ പഠനം നടത്താൻ ഞങ്ങൾക്ക് 100% സന്തോഷമുള്ള കാര്യമാണ്. നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 25 കൊല്ലം മുമ്പ് 2000-ൽ തയ്യാറാക്കിയ 2001-ലാണ് ആ റിപ്പോർട്ട്, നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത്.
അത് കഴിഞ്ഞ് 24 കൊല്ലായി. ഇനി പുതിയ ഒരു പഠനം നടത്തണോ? സന്തോഷമാണ്. ആ നിലപാടിനോട് BJPക്ക് യോജിപ്പുണ്ടോ എന്ന് കൂടി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ BJPയുടെ പ്രസിഡന്റ് അല്ലല്ലോ, BJPയുടെ പ്രസിഡന്റ് അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നാണ് പറയാനുള്ളത്. അല്ല, വകുപ്പുണ്ടാവില്ലല്ലോ, നമുക്ക് വ്യക്തമല്ലേ. എന്തെല്ലാം പരാതികൾ കൊടുത്തു. ഇങ്ങനെ വിദ്വേഷം പറയുന്ന ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ? രാജ്യദ്രോഹം ഉൾപ്പെടെ ഇപ്പോ ഷൈജ ആണ്ടവൻ രാജ്യദ്രോഹിയായ ഗോഡ്സെയാണ് ന്യായീകരിച്ചത്, ഒരു നടപടിയുമില്ല. പിന്നെ കേന്ദ്ര സർക്കാർ പ്രൊമോഷൻ കൊടുത്തു. കേരളത്തിൽ എന്തെല്ലാം വിദ്വേഷമാണ് ശശികല ടീച്ചർ മുതൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ളത്. എന്തെല്ലാം വിദ്വേഷമാണ്. BJPയുടെ കെ സുരേന്ദ്രനും BJPയുടെ മറ്റു നേതാക്കന്മാരും എന്തെല്ലാം വിദ്വേഷമാണ് നിരന്തരമായി പ്രചരിപ്പിച്ചത്. ഏതെങ്കിലും ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചോ? ഏതെല്ലാം ഓൺലൈൻ പോർട്ടലുകൾ, കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട മാത്രം ഒരു സമുദായത്തിന് നേരെ എത്ര വിദ്വേഷമാണ് പ്രചരിപ്പിച്ചത്. ചില ഓൺലൈൻ പോർട്ടലുകൾ യൂത്ത് ലീഗ് ഉൾപ്പെടെ പരാതി കൊടുത്തില്ലേ? എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ആളെ ഇന്റർപോളിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്ത നാടാണ് കേരളം. ആ നാട്ടിലാണ് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ, വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണം നടത്തിയിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും സ്വീകരിക്കാത്തത്. പുസ്തകം ഇറക്കാണോ ഭരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്? അല്ല, ഞാൻ ചോദിച്ചത് അല്ല എന്താണ് ചെയ്യേണ്ടത്? അല്ല, ഞങ്ങള് ഇത്തരം പിന്നെ വിദ്വേഷ പ്രചാരണം ഉണ്ടാകുമ്പോൾ നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ലീഗ് പ്രതിഷേധം നടത്തിയിട്ടാണോ അല്ലെ ലീഗ് പുസ്തകം ഇറക്കിയിട്ടാണോ അതിനെ പ്രതിരോധിക്കേണ്ടത്? അത് കേരളത്തിലെ ജനങ്ങൾ പ്രതിരോധിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ BJPക്ക് ജയിക്കാൻ കഴിയാത്തത്. അതേസമയത്ത് ഇങ്ങനെയുള്ള വിദ്വേഷ പ്രചാരകർക്കെതിരെ പുസ്തകം ഇറക്കല്ല നാട് ഭരിക്കുന്ന സർക്കാർ ചെയ്യേണ്ടത്. അത് ആരായിരുന്നാലും ശരി, അത് മതവും രാഷ്ട്രീയവും നോക്കേണ്ടതില്ല. നാട്ടിൽ സമാധാന അന്തരീക്ഷത്തിന് ഭംഗമുണ്ടാക്കുന്നവർ ആരായിരുന്നാലും അവർക്കെതിരെ പുതിയ നിയമം അനുസരിച്ചാണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന പഴയ നിയമത്തിന്റെ കാലത്താണെങ്കിലും IPCയുടെ കാലത്താണെങ്കിലും BNSന്റെ കാലത്താണെങ്കിലും ഒക്കെ നാട് ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായില്ല. തമിഴ്നാട്ടിൽ അങ്ങനെ അല്ലല്ലോ. തമിഴ്നാട് സർക്കാർ അതിശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇത്തരക്കാർക്ക് സംസാരിക്കാനുള്ള ധൈര്യം കിട്ടുമോ? പുസ്തകം ഇറക്കല്ല സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. ഇപ്പൊ ഞങ്ങൾ ഓരോ ദിവസവും വന്നിട്ട് ഇങ്ങനെ പറയാണ്, മലപ്പുറത്ത് നോമ്പുകാലത്ത് തുറക്കുന്ന കടകളുണ്ട് എന്നും ഇങ്ങനെ വന്ന് പറയാൻ കഴിയും. പാലക്കാട്ട് ആന തോട്ടി കൊല്ലപ്പെട്ടപ്പോ ആന ചെരിഞ്ഞപ്പോ മലപ്പുറത്താന്ന് പറഞ്ഞു. ഞങ്ങളത് മലപ്പുറത്തല്ല എന്നിങ്ങനെ തെളിയിക്കുക. മലപ്പുറത്താണെങ്കിൽ എന്താണ്? മലപ്പുറത്താണെങ്കിൽ എന്താണ് കുഴപ്പം? ആ ചോദ്യം ആരും ചോദിക്കുന്നില്ല. മലപ്പുറത്ത് നോമ്പുകാലത്ത് ഏതെങ്കിലും ഒരു ഹോട്ടൽ കച്ചവടമില്ലാതെ തുറന്നില്ലെങ്കിൽ എന്താണ് കുഴപ്പം? പ്രതിഷേധം ഞങ്ങളുടെ പ്രതിഷേധമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മറ്റു രീതിയിൽ സാമുദായികമായ സൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ ഉള്ള പ്രതിഷേധങ്ങളിലേക്കോ പ്രതികരണങ്ങളിലേക്കോ പോകണ്ട എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമാണ്. കാരണം ആത്യന്തികമായി ഞങ്ങളുടെ താല്പര്യം ഈ നാട്ടിൽ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സമാധാനം തകർക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുമ്പോൾ ആ സമാധാനം തകർക്കുന്ന കൂട്ടത്തിൽ ലീഗ് ഉണ്ടാവില്ല. അതേസമയത്ത് വസ്തുതകൾ സംസാരിക്കുന്നതിൽ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ആ വസ്തുതകളാണ് അക്കാദമികമായിട്ടുള്ള ഒരു കാര്യമാണ് സുരേന്ദ്രൻ ഇന്നും പറഞ്ഞത്. സംവരണവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ അനർഹമായി കൈവശം വെക്കുന്നു. ഞങ്ങളത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതേ സംബന്ധിച്ച് ആധികാരികമായി പഠനം നടത്താൻ ഒരു ഏജൻസിയെ വെക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പാണ്. ഞങ്ങൾ ആവശ്യം ഉന്നയിക്കുന്നു. കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് നടത്താൻ തയ്യാറാകണം എന്നത് ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതാണ്. അത് കോൺഗ്രസും ആവശ്യപ്പെട്ടതാണ്. BJP ആണ് അതിന് കൂടെ സപ്പോർട്ട് ചെയ്യാത്തത്, പിന്തുണക്കാത്തത്. അത് വ്യക്തമാണല്ലോ. ഇത് പുറത്തു വരുന്നതിൽ ആർക്കാണ് ഭയം? ഈ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ആർക്കാണ് ഇത് വിമിഷ്ടം ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമാണല്ലോ. ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പരാമർശത്തിനോട് സമാനമായ പരാമർശമാണ് കേസുകളിൽ നടത്തിയത്. ഈ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ അവഗണിക്കാമെന്നായിരുന്നു ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം. പറയുകയും ചെയ്തത്.
അല്ല, ഞങ്ങള് വ്യക്തിപരമായ ഒരു വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളത് പാർട്ടിയുടെ നിലപാടാണ്. കാരണം ഒരു സമുദായത്തിന്റെ നേതാവ്, ഇപ്പൊ സമുദായ നേതാക്കന്മാരിൽ നിന്നും നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? സമുദായ നേതാക്കന്മാരിൽ നിന്ന് നാട്ടില് ആരെങ്കിലും വിദ്വേഷം പറഞ്ഞാൽ ആ വിദ്വേഷം പറയുന്ന ആളുകളെ അതാത് സമുദായ നേതാക്കന്മാർ അങ്ങനെ പറയരുത് എന്ന് പറയുന്നവരായിട്ടാണ് കേരളം ആഗ്രഹിക്കുന്നത്. ആ സമുദായ നേതാക്കന്മാർ തന്നെ വിദ്വേഷം പറഞ്ഞാൽ അതിനകത്ത് സങ്കടവും നിരാശയും പ്രയാസവും ഒക്കെ ഉണ്ട്. കാരണം ഞങ്ങൾക്ക് തന്നെ ഭ്രാന്ത് പിടിക്കാന്ന് പറയാറില്ലേ? ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും? അതും രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നതും എല്ലാം തെറ്റാണ്. അവർ അത് ശക്തമായി അവരെയൊക്കെ സമുദായ നേതാക്കന്മാരാണ് എന്ന് കരുതിയിട്ട് എന്തു പറയാം എന്നല്ല, അതിനൊക്കെ നിയന്ത്രിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പക്ഷെ അതിനോടുള്ള പ്രതികരണങ്ങൾ വിവിധ സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലാകരുത് എന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ നിലപാടാണ്. വിവിധ സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളിലേക്ക് ലീഗ് പോകാൻ പാടില്ല, ലീഗ് പ്രവർത്തകർ ആ നിലക്ക് പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണ്. ഞങ്ങൾക്ക് ആത്യന്തികമായി ഞങ്ങളുടെ താല്പര്യം അതാണ്. അത് വളരെ വ്യക്തമാണ്. പട്ടിക്കാട് ജാമ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സാധിക്കൽ തങ്ങൾക്ക് സമസ്തയുടെ വിവാദത്തോടെ വീണ്ടും സമസ്തയുടെ പ്രശ്നങ്ങൾ രൂക്ഷമാണ്. യൂത്ത് ലീഗ് എങ്ങനെയായിരുന്നു നോക്കിക്കാണുന്നത്? ഞാൻ അതിന്റെ ഭാരവാഹിയല്ല, ഞാൻ അതിന്റെ ഒരു ഭാരവാഹിയല്ല. അതിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ പറയുന്ന കാര്യം യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട കാര്യമാണ്. യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മെയ് 1 ആരംഭിക്കുകയാണ്. മെയ് 1 ആരംഭിച്ച് മെയ് 30 അവസാനിക്കുന്ന രീതിയിലാണ് മെമ്പർഷിപ്പ് ക്യാമ്പ്. അതിനെ തുടർന്ന് പുതിയ കമ്മിറ്റികൾ നൽകുന്നത്.